ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ ഒരു ഡേ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. നിങ്ങൾ തമ്പനയിലേക്ക് കണ്ട പോലെ യെസ്, ഇന്ന് ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേ ആണ്. സോ ഇന്നൊരു കോളേജ് ഡേ ഇൻ മൈ ലൈഫ്. എന്ന് വെച്ചാൽ ഒരു കോളേജിൽ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ പോണ തൊട്ട് ഇന്ന് വൈകിട്ടത്തെ വരെ വിഷ്വൽസ് കാണിക്കും. സോ ഇന്നത്തെ ഒരു ഡേ അങ്ങനെയാണ്. അപ്പം ഞാനിപ്പം കോളേജിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേഗം പോകാം. അങ്ങനെ ഞാൻ KSRTC ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് നടന്ന് പിന്നെ അവിടെ നിന്ന് ബസ് കയറിയാണ് കോളേജിൻ്റെ വാതിൽക്ക് എത്തുന്നത്. അങ്ങനെ ഞാൻ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് നടന്നു. പ്രൈവറ്റ് ബസ്സിൽ കയറി ഇരിക്കുവാണ്. അങ്ങനെ ബസ് എടുത്തിട്ടില്ല, ഇപ്പോൾ എടുക്കും. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ കോളേജ് എത്തി. അപ്പോൾ അതേ കോളേജിലോട്ട് ഞാൻ നടക്കുവാണ് ഗായ്സ്. എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ കോളേജ്. എല്ലാവരും കണ്ണ് തുറന്ന് കണ്ടോളൂ. അങ്ങനെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ജസ്റ്റ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വരയ്ക്കത്തില്ല കണ്ണിലും കയ്യിലൊക്കെ. അപ്പം അങ്ങനെ വരയ്ക്കുന്ന ഒരാളെ വിളിച്ചു. പക്ഷെ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം എന്നെ വിളിച്ചു. അപ്പം ഞാൻ കൂളായിട്ട് പോയിരുന്നു. പക്ഷെ മുഖത്ത് വരച്ചിട്ട് ശരിയാവുന്നില്ല. എനിക്ക് വിയർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അത് പോകുന്നു. അപ്പം നമ്മൾ തുടച്ചു. എന്നിട്ട് നമ്മൾ കൈ വരയ്ക്കാൻ പോകും. അപ്പോൾ ചേച്ചി കൈ വരച്ചു തന്നു. അങ്ങനെ ഞാൻ ചെറിയൊരു ഡിസൈൻ ചൂസ് ചെയ്തത്. ട്രൈബൽ റിലേറ്റഡ് സംഭവം എന്തായിരുന്നു വരച്ചത്. അപ്പം നമ്മൾ മുഖത്തായതുകൊണ്ട് ഞാൻ ചെറിയതായിരുന്നു ചൂസ് ചെയ്തത്. അപ്പം പിന്നീട് കയ്യിലല്ലായിരുന്നു. അപ്പം അത് തന്നെ വരച്ചു. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു. ട്രൈബൽ ടാറ്റു എന്ന് പറഞ്ഞാൽ ആൻഡ് ദിസ് വാസ് മൈ ഔട്ട്ഫിറ്റ് ഗായ്സ്. അപ്പോൾ നമുക്കൊരു കൗബോയ് തീമായിരുന്നു ഡ്രസ്സ് ചെയ്ത് എടുക്കേണ്ടത്. അങ്ങനെ ചെയ്തു. കറക്റ്റൊന്നും ആയിട്ടൊന്നും ഇല്ല. എന്നാലും ഷർട്ടോ ജീൻസൊക്കെ നമുക്ക് ഇടാം. നോട്ട് ട്രഡീഷണൽ വേസ് ഒന്നും പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ഈ ഒരു കൂപ്പൺ കോഡ് തന്നു. അതായത് നമുക്ക് ലോട്ടിട്ടാണ് ഈ വിളിക്കണത്. അപ്പോൾ അത് എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവർക്കും ഇതൊക്കെ വരച്ചു കൊടുക്കും. മിക്കവർക്കും വരച്ചു കൊടുക്കുക. ആൻഡ് ഇതാണ് ഞങ്ങളുടെ സീനിയേഴ്സ് സെക്കൻഡ് ഇയർ ചേച്ചി മൃണാളിനി. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അവിടെ ഇരുന്നു. ഇങ്ങനെ ഫോണൊക്കെ കുത്തിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വരച്ചവരൊക്കെ സ്റ്റേജിലോട്ട് വരാനായി. പിന്നെ എല്ലാവരും സ്റ്റേജിലൊക്കെ വന്നു ഇരുന്നു. അങ്ങനെ പാട്ടൊക്കെ ഇട്ടു. ആൻഡ് ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ബ്ലസ് തോമസ് ചേട്ടനാണ്. അതായത് നമ്മുടെ SJCC അലുമിനി തന്നെയാണ്. SJCC എന്ന് പഠിച്ചിറങ്ങിയ ചേട്ടനാണ്. അങ്ങനെ ഫിലിം എഡിറ്ററൊക്കെയാണ്. അങ്ങനെ ചേട്ടൻ വന്നു. എല്ലാവരും വെൽക്കം. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത് ഭയങ്കര ആൻഷ്യസ് ആണ്. ഗായ്സ്, അപ്പോൾ ഇവിടുന്ന് നമ്മുടെ അംഗം തുടങ്ങുവാണ്. അതായത് നമ്മുടെ അടുത്ത ഈ പണിതരൽ ചടങ്ങിലോട്ട് പോവാണ്. ഇവർ നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ ഈ നമ്മുടെ നമ്മുടെ കയ്യിൽ കാർഡ് തന്നിട്ടുണ്ടല്ലോ. അപ്പം അത് വെച്ച് ഇവർ സ്പിന്ന് ചെയ്യും. അതായത് സ്പിൻ ചെയ്ത് കിട്ടുന്ന നമ്പർ ഏതാണോ അവർ സ്റ്റേജിലോട്ട് ചെല്ലുന്നു. അതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഒരു ചേച്ചി ചെന്നു. അതായത് ആർക്കാണോ ധൈര്യം അവരെ എണ്ണിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി അറിയാതൊന്ന് എണ്ണിച്ചു പോയതാ. പിന്നെ ആ ചേച്ചിയെ പൊക്കി അങ്ങനെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു ടാസ്ക് അല്ലായിരുന്നു. നമ്മുടെ കോളേജിൽ വന്നിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാട്ടൊക്കെ പാടി തന്നു. അത് കഴിഞ്ഞ് പുറകെ ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടു. അങ്ങനെ നമ്മുടെ അടുത്ത ടാസ്കിലോട്ട് കടന്നു. അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിഹാസം. അതെന്താ നിങ്ങൾ കേട്ടിട്ടോ?
എന്നിട്ട് ഇവർ വിളിക്കും. അതായത് നമ്മുടെ ഇതിന് മുന്നേ കയറുമ്പോൾ തന്നൊരു കാർഡില്ലായിരുന്നു, അത് ഇവർ ലോട്ടിട്ട് സ്പിൻ ചെയ്ത് എന്നിട്ട് ആ നമ്പർ കിട്ടുന്ന ആൾ സ്റ്റേജിലോട്ട് കയറണം. അങ്ങനെ 3 പേരെ വിളിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടിട്ടു. ഇതിലെന്താ പറ്റുന്ന വെച്ചാൽ നമ്മളൊരു സിനിമ ക്യാരക്ടർ നമ്മളിപ്പോൾ റിവീൽ ചെയ്യും. ആ റിവീൽ ചെയ്ത ക്യാരക്ടറായിട്ട് ഇദ്ദേഹം അഭിനയിക്കണം. അതിൽ ഓരോ ടാസ്ക് ഉണ്ടാവും. ഇപ്പം ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുന്നില്ല, നമുക്ക് റിവീൽ ചെയ്യാം ഏതാ ക്യാരക്ടർ. ആദ്യം അഭിനയിക്കുന്നത് സോറി രാധയാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. രാധയായിട്ട് ഞങ്ങളൊരു സന്ദർഭം പറഞ്ഞുതരാം. രാധയായിട്ട് ഓഡിയൻസിലിരിക്കുന്ന ആരെങ്കിലും പ്രപ്പോസ് ചെയ്യും. എനിക്ക് ഈ കുട്ടിനെ ഇഷ്ടമായത്. ഞാൻ ഈ കുട്ടിനെ പ്രപ്പോസ് ചെയ്യട്ടെ? ഹലോ, എനിക്ക് തന്നെ ഇഷ്ടമായി. എന്നോട് വരുന്നോ? അതെല്ലാം നല്ല ചാകരയാണ്. നമുക്ക് മുമ്പ് വരാം. എന്ത് ചേച്ചിക്ക് ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നമ്മുടെ ഈ പിള്ളേരും ഈ ചുറ്റുവട്ടമൊക്കെ കാണുമ്പോൾ ശരിക്കും എന്താണ് ഇപ്പൊ ഏറ്റുമാനത്തല്ല വരുന്നത്. ഏറ്റുമാനിൽ വെച്ച് കമ്പയർ ചെയ്തൊന്നും പറയാൻ പറ്റില്ല. ഏറ്റുമാനൂർ വരുമ്പോൾ ഇതിരി ബോംബ്ലാസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമായിട്ട് തോന്നണേ. ഇവിടെ ബോംബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഡബിൾ ബോംബ്ലാസ്റ്റിക്. ഓക്കെ ഇദ്ദേഹത്തെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്തായാലും. അങ്ങനെ ടാസ്കിൽ തോറ്റ്, അതായത് അതേപോലത്തെ ക്യാരക്ടർ സെയിം വന്നില്ലെങ്കിൽ ഇവർ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുക. അതായത് നാരങ്ങയോ ഇഞ്ചിയോ ഒക്കെ എക്സ്പ്രഷൻ ഇല്ലാതെ കടിക്കുന്നത്. അതാണ് ഇത് കാണുന്നത്. ആരോഗ്യത്തിനല്ല, ഗ്യാസ് ട്രബിൾ കഴിച്ചോ കഴിച്ചോ, ഇവിടെ തുപ്പാനല്ലേ, കഴിച്ചോ കഴിച്ചോ, അത്രേ ഉള്ളൂ. യെസ്, താങ്ക് യു. അങ്ങനെ പിന്നെ ഒരു ഡാൻസ് കണ്ടിട്ട് പോയോ. അങ്ങനെ അടുത്ത ചാലഞ്ച് സ്റ്റീൽ ദ സോക്സ്. അതായത് 2 പേര് കാലിൽ സോക്സ് ഇട്ടിട്ട് ആദ്യം ആരാണോ അത് തട്ടി ഊരിയെടുക്കുന്നത് അവർ വിൻ ചെയ്യും. അപ്പം അതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ അവർ പിന്നെ സ്പിൻ ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്ത് വന്നിട്ട് ആ ഒരാളുടെ അടുത്ത് വേറൊരു നമ്പർ പറഞ്ഞ്, അതായത് 200 സംതിങ് നമ്പറുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഒരാൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ ഫ്രണ്ടിനെ തന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ അവർ തമ്മിലുള്ള പോരാട്ടം, അതായത് 1.5 മിനിറ്റേ ഉള്ളൂ, അതിനുള്ളിൽ അത് അവർ തട്ടിയെടുക്കണം. അപ്പോൾ അവർ തമ്മിലുള്ള പോരാട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ അവർ ടൈം ഔട്ടായി. അങ്ങനെ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു. അടുത്ത 2 പേയേഴ്സിനെ വിളിച്ചു. അങ്ങനെ അവരടുത്തത് നമ്മുടെ ക്ലാസ്സിലെ ഒരാളായിരുന്നു പോയത്. അങ്ങനെ അവനായിരുന്നു വിൻ ചെയ്തത്. മറ്റേ ആൾ തോറ്റപ്പോൾ അയാൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അത് അടുത്ത ടാസ്കിന് വേണ്ടിയുള്ള ആൾക്കാരെ നേരത്തെ ചൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ അത് കുറച്ച് ടൈം, കുറച്ച് സീനസ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ 7 പേരെ ചൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വേറൊരു ടാസ്ക് ചെയ്തു. ഇപ്പം എണീച്ച് പോയത് എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ 7 പേരെ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് അവരെ ട്രെയിൻ ചെയ്തൊരു സംഭവം സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അവരെ അങ്ങോട്ട് വിട്ട് അടുത്ത ടാസ്ക് ഇതാണ്. ചാലഞ്ചിൻ്റെ പേരെന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന്. അതായത് നമ്മൾ ബോൾ എറിഞ്ഞൊരു കപ്പിൻ്റെ അകത്തിടണം, അതിൻ്റെ അകത്ത് കുറേ ഡെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യത്തെ അവൻ എറിഞ്ഞു, പക്ഷെ ബോൾ അവൻ എങ്ങോട്ടോ കളഞ്ഞ് തെറിപ്പിച്ച് താഴത്തോട്ട് ഊട്ടയ്ക്കകത്തോട്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ഒരാൾ ചൂസ് ചെയ്ത് കപ്പ്. അങ്ങനെ അവന് ടങ് ട്വിസ്റ്ററാണ് കിട്ടിയത്. അവനങ്ങനെ ടങ് ട്വിസ്റ്റർ വന്നു. വേറൊരാൾക്ക് കിട്ടിയ ചാലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണരാമൻ മൂവിയിൽ ഒരു സംഭവം, ഒരു ഡയലോഗ് റൊമാൻറ്റിക് ആയിട്ട് അവന് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് പോയി പറയണം. അവിടെ ഇരിക്കുന്ന ആരോട്ട്. അങ്ങനെ അവൻ പറയുന്നതിന് കേൾക്കാം. എടോ, എന്നോട് ഞാനൊരു 14 പ്രാവശ്യം പറഞ്ഞില്ലേ ചോറിട്ടെ എനിക്ക് എപ്പോഴും കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ പഴയ ജിംനാസ്റ്റിക്കാണ്. ഒരു റിപ്ലൈ കൂടെ കൊടുത്തോ. ചോറാണെങ്കിൽ ചോറ് വേണമെന്ന് പറയണം, മനസ്സിലായോ?
ടാസ്കിന് വേണ്ടിയായിരുന്നു നേരത്തെ 7 പേരെ പൊക്കിയത്, അതായത് ഡബ് റോളിങ്. അതായത് ഏതെങ്കിലും ബോളിവുഡിലെ സീന് നമ്മൾ മലയാളത്തിൽ ഡബ് ചെയ്ത് കാണാം. അത് നിങ്ങൾ കേട്ടോ. അങ്ങനെ ഉച്ചവരെയുള്ള ടാസ്കൊക്കെ തീർന്നു. അത് കഴിഞ്ഞ് നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ടു. നിങ്ങൾ കുറച്ച് പോഷൻ പാട്ടിൻ്റെ കേട്ടു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, ഫോണൊക്കെ കുത്തിയിട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് നേരത്തെ മറ്റേ ഡബ് റോളിൽ ഒരാൾ ഇതെല്ലാം പറപ്പിച്ചു. റാസിന് അണ്ണാക്ക, അവന് 100 അണ്ണാക്ക. വീഡിയോ ഉണ്ടാക്കുമ്പോ അവന് അണ്ണാക്കൊക്കെ പോകും. എന്റെ ശബ്ദം ചോദിച്ചിരിക്കുക. ഇവളുടെ അടുത്ത് നിൽക്കുമ്പോ ഫുള്ളാണ് നമ്മൾ സോഷ്യൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബിരിയാണി കഴിച്ചു. എന്നിട്ട് റെസ്റ്റ് എടുക്കുവായിരുന്നു നമ്മൾ. ഇനിയിപ്പോ തിരിച്ചു പോകുക നമ്മളല്ലേ. നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് പണി കിട്ടാൻ പോവാണ്. അതിന് നമുക്ക് ഇതുവരെയായിട്ട് പണിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടല്ലേ. പണിയൊന്നും കിട്ടിയിട്ടില്ല. ഇനി ചിലപ്പോ കിട്ടിയാൽ കഴിക്കും. ആൻഡ് ഇതാണ് നമ്മുടെ പ്രിയങ്കരനായ ഹരിച്ചേട്ടനും ജ്യോതിലക്ഷ്മി ചേച്ചി, നമ്മുടെ സീനിയറാണ്. എന്നെ കാണുമ്പോൾ കളിയാക്കാൻ തുടങ്ങും. അതാണ് നിങ്ങളിപ്പോൾ ഇതിപ്പോ ഞങ്ങള് റാഗിന്ന് പോലെ ആയല്ലോ. നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇങ്ങനെ കുറെ പാരി പറന്ന് നടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തപ്പോ നമുക്ക് റിച്ചായ ബിറ്റ്സ് നമുക്ക് ജ്യൂസ് വാങ്ങിക്കാം. ഞങ്ങൾ ഇവിടെ ഇരിക്കുക. നീ എന്തുവാ പറഞ്ഞ? ഞാൻ ഫ്രൂട്ടി, ഞാൻ ഓറഞ്ച് ജ്യൂസ്. ചോടെ ഉണ്ട് കേട്ടോ. അവനിപ്പോ വരുവേ. വെയിറ്റ് കറോ അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു, കുറേ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ച് അവിടെ വന്നിരുന്നു. അങ്ങനെ അടുത്തൊരു മ്യൂസിക് ആണ്. അത് എനിക്ക് അവിടെ വെച്ച് ഡയറക്റ്റായിട്ട് ഓഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത് നമ്മുടെ പാട്ടായിരുന്നു. അവിടുത്തെ മ്യൂസിക് ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു. 2 ചേട്ടന്മാർ നിന്ന് പാടുകയും ബാക്ക്ഗ്രൗണ്ട് അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നവരൊക്കെ നല്ല പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സീറ്റിൽ നിന്നൊക്കെ എണ്ണിച്ച് ഫ്രണ്ടിൽ പോയിരുന്ന തുള്ളലൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. അവരുടെ പാട്ടും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ ഇൻസ്ട്രുമെൻറ്റ് യൂസിങ് ഒക്കെ സെറ്റായിരുന്നു. അങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കണ്ടിട്ട് വാ. പിന്നെ അടുത്ത ടാസ്ക് ഹൂ ആം ഐ എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ടാസ്കിൽ നിന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു പോയത്. അതായത് ഇവനാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പോയത്. അതായത് ഒരാളുടെ നെറ്റിയിൽ ഒരു വേർഡ് എഴുതി വെച്ചിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ആ വേർഡ് നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കണം. പക്ഷേ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ വേർഡ് കറക്റ്റ്, അതായത് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് മുന്നിൽ നിൽക്കുന്ന ആൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കാതെ വേറെ വഴി കൂടെ കാണിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് തുള്ളാൻ ഇറങ്ങി ഗൈസ്.
ആൻഡ് ഗായ്സ് ഇത്ര ഉള്ളായിരുന്നു എൻ്റെ സൗണ്ടൊക്കെ പോയി. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നലത്തെ ഒരു വീഡിയോ. അതായത് നമ്മുടെ ഫ്രഷേഴ്സ് ഡേയുടെ ഒരു വീഡിയോ. എനിക്ക് അതിൻ്റെ ഔട്ടറൊന്നും എടുക്കാനുള്ള ശേഷി ഇല്ലായിരുന്നു. ആൻഡ് എൻ്റെ ബൂട്ടൊക്കെ പൊട്ടി മരീൻ്റെ കാലൊക്കെ വേദന എടുത്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നെ ഞാനിപ്പം ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ്. അതായത് ഇന്നലെ ഫ്രഷേഴ്സ് ഡേ ഫ്രൈഡേ ആയിരുന്നു, ഇത് സാറ്റർഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല ക്ഷീണമുണ്ടായിരുന്നു. എനിക്ക് വന്ന ഉടനെ ഞാൻ ഫ്രഷായി എനിക്ക് വീഡിയോ എടുക്കാനുള്ള ശേഷി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം സാറ്റർഡേ ആണ് വീഡിയോ എടുക്കണത്. എൻ്റെ മുഖത്ത് ക്ഷീണം കണ്ടറിയാം. അപ്പം ഇപ്പം നെക്സ്റ്റ് സാറ്റർഡേ ആണ് എടുക്കണത്. അപ്പം എല്ലാവർക്കും സോറി, ഔട്ടർ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാനൊരു പൊളി ഔട്ടർ എടുത്താനെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ബസ്സിൽ തിരക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഔട്ടറോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോളേജിൽ റാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വേറൊരു കാര്യം. എല്ലാ സീനിയേഴ്സൊക്കെ പക്ക നമ്മുടെ കമ്പനി, നമ്മുടെ വൈബാണ് സീനിയേഴ്സൊക്കെ. നമ്മളായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കമ്പനിയും നമ്മളായിട്ടൊക്കെ നല്ലോണം ഇങ്ങോട്ടൊക്കെ വന്ന് മിണ്ടും. സോ എത്ര ഉള്ളായി നിന്നതൊരു ഫ്രഷേഴ്സ് ഡേ. ആൻഡ് എൻ്റെ ഒരു ലക്കി ഫാക്ടർ എന്ന് വെച്ചാൽ എന്നെ വിളിച്ചില്ല ഒരു പരാതിയല്ല. ഇവരിങ്ങനെ വെച്ചാൽ നമ്മുടെ ഈ ലോട്ട് തരും, ഒരു കാർഡായിരുന്നു. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു കാർഡ് തന്നിട്ട് അതിൻ്റെ അകത്ത് നമ്പേഴ്സ് കൊടുക്കും. അതിപ്പം എനിക്ക് 202 നമ്പർ കിട്ടിയത്. അപ്പോൾ ഇവരിങ്ങനെ ഈ ലാപ്പിൽ മറ്റേ സ്പിൻ ചെയ്യുന്ന മറ്റേ സംഭവം ഉണ്ടല്ലോ, അത് സ്പിൻ ചെയ്തിട്ട് ഏത് നമ്പറാണ് കിട്ടുന്നത് അങ്ങനെ ആ നമ്പറിലുള്ള ആളെയാണ് വിളിച്ചിങ്ങനെ ഓരോ പണി കൊടുക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എനിക്ക് 202 ആരും വിളിച്ചിട്ടില്ല, ആരും വിളിക്കാത്തതല്ല, സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു. ആൻഡ് വിളിച്ചാൽ നമ്മൾ കൂളായിട്ട് പോയി ചെല്ലും, അത് വേറൊരു കാര്യം. അപ്പോൾ ഇത്ര ഉള്ളതെന്ന് വെച്ചാൽ ഇന്നലത്തെ ഒരു വീഡിയോ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ അടിച്ചു പൊട്ടിച്ചേക്കുക. സോ ഇനിയൊരു വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.